ഇത്തവണത്തെ ഗോവ ഫിലിം ഫെസ്റ്റിൽ ചലച്ചിത്ര രംഗത്ത് 50 വർഷം നീണ്ട സംഭാവനകൾ നൽകി രജനീകാന്തിനെ ആദരിച്ചിരുന്നു. ഭാര്യയും മകളും പേരക്കുട്ടികളുമടക്കം കുടുംബമായാണ് രജനീകാന്ത് ചടങ്ങിലെത്തിയത്. ഇതിനിടെ ധനുഷിന്റെയും ഐശ്വര്യ രജനീകാന്തിന്റെയും മൂത്ത മകനായ യാത്ര രാജയുടെ രൂപം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും അതിവേഗം പ്രചരിക്കുകയും ചെയ്തു. ഭാര്യ ലത, മകൾ ഐശ്വര്യ, സൗന്ദര്യ, മരുമകൻ വിശാഖ്, പേരക്കുട്ടികളടക്കം എല്ലാവരും ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നു. പേരക്കുട്ടിയായ യാത്ര അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും പകർപ്പാണെന്നാണ് ആരാധകർ പ്രതികരിച്ചത്. 19കാരൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ ധനുഷ് ഈ ചടങ്ങിൽ എത്തിയിരുന്നില്ല. ധനുഷിന്റെ ചെറുപ്പകാലം പോലെയുണ്ട്, ഭാവങ്ങൾ തലൈവറെ പോലെയുണ്ട് എന്നിങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആളുകൾ കമന്റ് ചെയ്തത്. കുട്ടി ധനുഷ് എന്നും ചിലർ യാത്രയെ വിളിക്കുകയുമുണ്ടായിരുന്നു. അതേസമയം ലിംഗിയും തനി ധനുഷ് തന്നെയാണെന്നും മറ്റ് ആരാധകർ കുറിച്ചിരുന്നു. അതേസമയം സിനിമയിലെ 50 വർഷം 10-15 വർഷമായിട്ടേ തനിക്ക് തോന്നുന്നുള്ളൂ എന്നും രജനീകാന്ത് അഭിപ്രായപ്പെട്ടിരുന്നു. ഞാൻ സിനിമയെയും അഭിമാനിക്കുന്നു, സ്നേഹിക്കുന്നു. എനിക്ക് 100 ജന്മങ്ങൾ ഉണ്ടായാലും ഒരു നടനായി രജനീകാന്തായി ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും രജനീകാന്ത് ഇതിൽ കൂട്ടിച്ചേർത്തിരുന്നു. കൂലിയാണ് അദ്ദേഹത്തിന്റെ അവസാനമായി അഭിനയിച്ച ചിത്രം. ഉടൻ തന്നെ ജയിലർ 2-ലും കമലഹാസൻ നിർമ്മിക്കുന്ന പേരിടാത്ത ചിത്രത്തിലും രജനീകാന്ത് അഭിനയിക്കുന്നുണ്ട്.